നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യെസ്, കോപ്പ ഡെൽ റേയുടെ ഫൈനലിൽ എൽ ക്ലാസിക്കോ. 11 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ കോപ്പ ഫൈനലിൽ റയലും ബാഴ്സയും തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. ഇന്നലെ നടന്ന സെമി ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് ബാഴ്സലോണ അത്ലറ്റിക്കോ മാഡ്രിഡിനെ പരാജയപ്പെടുത്തി. ആദ്യ പാദം 4-4 സമനിലയാണ്. അതുകൊണ്ട് അഗ്രിഗേറ്റ് 4-5 വിജയവുമായിട്ടാണ് ബാഴ്സലോണ ഇപ്പോൾ മുന്നോട്ട് കടന്നിരിക്കുന്നത്. മത്സരത്തിൽ ബാഴ്സയുടെ വിജയ ഗോൾ ടോറസിന്റെ വകയായിരുന്നു. ബാഴ്സലോണയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ടോറസും റാഫീഞ്ഞയും ലോപ്പസും യമാലും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയതെങ്കിൽ മറുഭാഗത്ത് ഹൂലിയൻ ആൽവേരസ്, ആന്റോയിൻ ഗ്രീസ്മാൻ, ഹുലിയാനോ സിമിയോണി, റോദ്രിഗോ, ഡീപോൾ അങ്ങനെ വമ്പന്മാരെയൊക്കെ സിമിയോണി അണിനിരത്തിയിരുന്നു. പക്ഷേ എന്തു ഫലം? കളിയുടെ 27ാമത്തെ മിനിറ്റിൽ ലാമിൻ യമാലിൻ്റെ അസിസ്റ്റിൽ നിന്ന് ടോറസ് പന്ത് വലയിലേക്ക് എത്തിച്ചതോടെ ബാഴ്സലോണ ലീഡെടുത്തു. രണ്ടാം പകുതിയിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഭാഗത്ത് ശ്രമങ്ങളുണ്ടായി, പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല. ബാഴ്സയുടെ മധ്യനിരയിൽ പെഡ്രിയും ഡിയോങ്ങും ചേർന്ന് മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. ഒടുവിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന്റെ വിജയവുമായി ബാഴ്സലോണ ഇതാ ഫൈനലിലേക്ക് കടന്നുപോയിരിക്കുന്നു. കോപ്പ ഡെൽ റേയുടെ ഫൈനൽ മത്സരമാണ് ഇനി ആരാധകർ ഉറ്റുനോക്കുന്നത്. ആ മത്സരം നടക്കുന്നത് ഏപ്രിൽ 26-നാണ്. സെമി ഫൈനലിൽ റയൽ സോസിഡാഡിനെ എക്സ്ട്രാ ടൈമിൽ മറികടന്നുകൊണ്ടാണ് റയൽ മാഡ്രിഡ് ഫൈനലിലേക്ക് എത്തിയത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് വീണ്ടും എത്താം.